ഏവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. മറക്കാതെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കുകയാണ്. നാളെ ചിങ്ങമാസം 1 ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെയുള്ള ഒരു ദിനഭാവത്തിൽ ഇത്രയും നാൾ നമ്മൾ കടന്നു വന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോഴാണ് ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒരു സാഹചര്യമായിരുന്നു ഈ കടന്നു പോയത്. ഇനിയുള്ള ഒരു കാലയളവ് അത് ഉളവാകാതിരിക്കുവാനായിട്ടുള്ള കർമ്മതലങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് അതീവ ശ്രേഷ്ഠമാകണ ഒരു എളുപ്പ വഴിയാണ് നിർദ്ദേശിക്കുന്നത്. ഉപാസനയോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങളോ അല്ലെങ്കിൽ ഉദ്ദിഷ്ട വഴിപാടുകളോ ഒന്നുമല്ല ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അതൊക്കെ അവനവൻ്റെ ആവശ്യ അനുസരണ ഭാവത്തിൽ ഉപയോഗപ്രദമാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന കർമ്മപദം എന്ന് പറയുമ്പോഴാണ് നമ്മൾ മറ്റെല്ലാ കർമ്മതലങ്ങളും കഴിഞ്ഞതിന് ശേഷം ഗ്രഹത്തിലെ ജോലികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ ജോലികൾ, അതേപോലെ ക്ഷേത്ര ദർശനങ്ങൾ, മറ്റ് ഇതര കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഗ്രഹത്തിൽ വന്ന് കുളിച്ച് ശുദ്ധനായി മനസ്സും ശരീരവും ശുദ്ധമാവണം. മനസ്സും ശരീരവും ശുദ്ധമായി നിലവിളക്ക് തെളിയിച്ച് അതിൻ്റെ ചുവട്ടിലായി ചമ്പ്രം പഠിഞ്ഞ് ഉപവിഷ്ടനായി ശ്രീമദ് ഭാഗവതം എന്ന ശ്രേഷ്ഠശാസ്ത്രം അനുഭവിച്ചറിയുന്ന പൊരുളാണ് ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അന്നേരം അങ്ങനെയുള്ള അനുഭവിച്ചറിയുന്ന അക്ഷരബ്രഹ്മമാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത്. അതിൽ സുധാമാചരിതം അല്ലെങ്കിൽ കുചേല ഉപാഖ്യാനം ശ്രദ്ധയോടുകൂടി അങ്ങോട്ട് പാരായണം ചെയ്യുക. ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുക. കൃത്യമായിട്ടും അടുത്തുള്ള നാളുകൾ ദാരിദ്ര്യ ക്ലേശഭാവങ്ങളിൽ നിന്ന് നമുക്ക് മുക്തിയും മോക്ഷവും വന്നു ചേരും എന്നുള്ളതാണ്. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ധനമില്ലാത്തത് മാത്രമല്ല ദാരിദ്ര്യം. ശരീരത്തിനൊരസുഖം വന്നാൽ അത് ശരീരത്തിൻ്റെ ദാരിദ്ര്യമാണ്, മനസ്സിൻ്റെ ദാരിദ്ര്യമാണ്. സ്വപുത്രന്മാരെ കൊണ്ടുള്ള അല്ലെങ്കിൽ പുത്രിമാരെ കൊണ്ടുള്ള ദൂഷ്യഭാവങ്ങൾ. അന്നേരം ദാരിദ്ര്യം പല വിധാനത്തിലാണ്. ആ ദാരിദ്ര്യങ്ങളെയെല്ലാം മാറ്റുവാൻ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കണം മുകുന്ദന് മാത്രമേ കഴിയുകയുള്ളൂ. ശ്രദ്ധയോട് പാരായണം ചെയ്യുക. ഇനി ഇതിന് നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ കുചേല ഉപാഖ്യാനം അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഭാവ രാഗ താള ലയങ്ങളുടെ അടിസ്ഥാനത്തിൽ പാരായണം ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോ ശ്രദ്ധയോടെ ശ്രവിച്ച് അതിനെ കുറച്ചു നേരം അതിലേക്ക് മുഴുകുക, ആ ഭഗവത് ഭക്തിയിലേക്ക് മുഴുകുക. അങ്ങനെ തുടർച്ചയായിട്ടൊരു 11 ദിനഭാവങ്ങളിൽ നിങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ജീവിത സാഹചര്യങ്ങളിൽ ഉളവായിരിക്കുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒക്കെ മാറുവാൻ ഇത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാകും. അത് പരമാർത്ഥമായ സാക്ഷാൽ ബ്രഹ്മസ്വരൂപമായ ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ അക്ഷരബ്രഹ്മം അതിന് നിങ്ങളെ സഹായിക്കും. ഇത് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന സജ്ജനത്തിന് മുക്തിയും മോക്ഷവും വന്നു ചേരുമെന്ന് ശ്രീമദ് ഭാഗവതം തന്നെ വിശേഷിപ്പിക്കണം. അന്ധവിശ്വാസമല്ല, അനാചാരമല്ല, പിന്നെയോ കെട്ടുകഥയല്ല, പഴഞ്ചൊല്ലല്ല, ശാസ്ത്രമാണ്. നമ്മളുടെ നേർവഴിക്ക് നമ്മളെ പിടിച്ചു നടത്തണ മാർഗദീപമായ
മഹാശാസ്ത്രമാണ് എന്ന് വിലയിരുത്തി അതിൻ്റെ തത്വത്തെ മനസ്സിലാക്കി അങ്ങോട്ട് ശ്രദ്ധയോട് പാരായണം ചെയ്യുക. നമ്മൾ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏത് സമയമായിക്കോട്ടെ ആ സമയത്ത് ഇത് അനുഷ്ഠിച്ചാൽ മതിയാകും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, ഈ 11 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അതീവ ചൈതന്യവത്തായിട്ടുള്ള ഭഗവാന്റെ എല്ലാ കടാക്ഷങ്ങളും ലഭ്യമാകും എന്നുള്ളതിൽ തർക്കമില്ല. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. എന്നെ മറക്കാതെ അനുശാസിക്കും എന്നുള്ള ഭാവത്തിൽ അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.